നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു ഫിലിം റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സനിപ്പോട് ശനിവാരം എന്ന് പറയുന്ന നാനിയുടെ ഒരു പുതിയ ചിത്രത്തെക്കുറിച്ചിട്ടാണ്. ഇതിപ്പം സിനിമ റിലീസായിട്ടിരിക്കുന്നു 1 മന്തിൻ്റെ അടുത്തായി. ഇതിപ്പോൾ OTT റിലീസായിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിലാണ് ഇപ്പം സിനിമ ഉള്ളത്. ഒറ്റ ബാക്കി പറഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു മാസ് മസാല കൊമേഴ്ഷ്യൽ സിനിമ ഒരു കുറച്ചൊരു വേറിട്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കുറച്ച് പിന്നെ പുതിയ സന്ദർഭങ്ങളൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ് സനിപ്പോട് ശനിവാരം. അതായത് നമ്മുടെ നായകൻ അയാൾ കൊച്ചിലെ മുതൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും ദേഷ്യപ്പെടുന്നു. ചെറിയ റെസ്റ്റോറൻറ്റിൽ അതിലൊക്കെ ദേഷ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം നായകൻ്റെ അമ്മ അയാളടുത്ത് പറയുകയാണ്, നീ എല്ലാ ദിവസവും ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട, ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് മാത്രം മാറ്റി വെക്കുക, ബാക്കിയുള്ള ദിവസങ്ങൾ മൊത്തം എന്തിനാണ് നീ ദേഷ്യപ്പെടുന്നുള്ള ഒരു ഡയറി എഴുതി വെക്കുക. എന്നിട്ട് ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തേന് നിനക്ക് തോന്നുകയാണ് ഈ എഴുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നിനക്ക് ദേഷ്യം തോന്നിയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഉള്ളൊരു ദേഷ്യം അതിനൊരു വാലിഡായിട്ടുള്ള റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നാൽ ആ ശനിയാഴ്ച പോയിട്ട് ആ ദേഷ്യം തീർക്കുക എന്ന് അമ്മ തൻ്റെ മകനടുത്ത് പറയുകയും പിന്നീട് അമ്മ മരിച്ചു പോവുകയും പിന്നീട് അയാൾ ആ ഒരു അമ്മയ്ക്ക് കൊടുത്ത വാക്ക് സംരക്ഷിച്ച് വെക്കുകയും ആ എല്ലാ ദിവസങ്ങളിലും ഇയാൾക്ക് അന്നെന്നുണ്ടാകുന്ന ദേഷ്യങ്ങളും അല്ലെങ്കിൽ അന്നെന്നുണ്ടാകുന്ന കാര്യങ്ങളും ഇയാൾക്ക് ആരുടെ നിന്ന് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയാൾ ഒരു ബുക്കിനകത്ത് കുറിച്ച് വെക്കുകയും പിന്നെ ഒരു ഞായറാഴ്ച ആകുമ്പോഴത്തേനും അത് അയാൾ പ്ലാൻ ചെയ്യും, ഇയാളെ അടിക്കണോ വേണ്ടയോ എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇയാൾക്ക് തോന്നുന്ന ജെന്യൂൻ റീസൺ ആണെന്ന് തോന്നുവാണെങ്കിൽ അന്ന് പോയിട്ട് അയാൾ അടിക്കുന്നൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ 12 മണി കഴിഞ്ഞാൽ അതിപ്പോൾ ഞായറാഴ്ച ഇയാൾ അടിയുണ്ടാക്കാൻ പോയിട്ട് ഒരു 12 മണി കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ അടിക്കത്തില്ല. അന്നത്തെ അപ്പം തന്നെ അയാൾ അടി നിർത്തുകയും പിന്നെ അയാൾ ആ വ്യക്തി അയാൾ എന്നേക്കുമായിട്ട് മാപ്പ് കൊടുത്ത് വിടുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് എനിക്ക് മൊത്തത്തിൽ സിനിമയിൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഒരു ബേസിക് കൺസെപ്റ്റ് ഭയങ്കര ലോജിക്കില്ലാത്തൊരു കൺസെപ്റ്റാണ്. അതായത് അയാളിപ്പോൾ ഞായറാഴ്ച ഒരാളെ പോയി ഇടിക്കാൻ അല്ലെങ്കിൽ മേ ബി അയാൾ ഒരു കൊലപാതകി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റേപ്പിസ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ 12 മണി കഴിയുമ്പോൾ പിന്നെ അയാൾ ഇടിക്കത്തില്ല അല്ലെങ്കിൽ അയാൾ വെറുതെ വിടും എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോജിക്കില്ലായ്മ ഭയങ്കരമായിട്ട് എനിക്ക് ഈ സിനിമയെ തോന്നി. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും സിനിമയിൽ അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, നമ്മൾ തെലുങ്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതായത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്നൊരു നായകൻ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നൊരു നായകൻ, പിന്നെ അതുപോലെ തന്നെ ധൈര്യമില്ലാത്തവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നൊരു നായകൻ. ഇപ്പം KGF അതിലൊക്കെ അയാൾ കോൾ മൈനിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ധൈര്യം പകർന്നു കൊടുക്കുന്ന പോലെ തന്നെ ഇയാൾ പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നു. പിന്നെ എന്തിനു കൂടെ നിൽക്കുന്നൊരു നായിക, പിന്നെ ഒരു കാര്യമില്ലാണ്ട് നാട്ടുകാരെ അടിച്ചോടിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ളൊരു പോലീസുകാരൻ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് സിറ്റുവേഷൻസൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 12 മണി കഴിയുമ്പോൾ അയാൾ അടിക്കത്തില്ല അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം മാത്രം പോയി അയാൾ അടിക്കത്തുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ എനിക്കൊരു ലോജിക്കില്ലായ്മ തോന്നി. കാര്യം എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പോലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആവറേജ് പടം. അത് എന്താണ് എനിക്ക് ഫീൽ ആയത്, എനിക്ക് മൊത്തത്തിൽ എനിക്ക് വലിയ സന്തോഷമൊന്നും അല്ലെങ്കിൽ മൊത്തത്തിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഈ സിനിമ തന്നില്ല. കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അവരിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ചില സീൻസൊക്കെ രസമായിരുന്നു. SJ സൂര്യയുടെ കുറേ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. കുറേ സിറ്റുവേഷൻസ് ഉണ്ട് സിനിമയിൽ, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരുപാട് ക്രിട്ടിക്സിനെ പ്രൈസ് ചെയ്ത് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഓവറോൾ ഓക്കെ പടമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല സിനിമ. അപ്പോൾ എന്തായാലും സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്, നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക. ഓക്കെ ഗൈസ്, ഇപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.